കാതിരവള്ളിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സമ്മർ വെയർ ആയിട്ടുള്ള കുറച്ച് ആർട്ടിക്കിൾസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് അതിലേക്ക് പോവാം. കോട്ടണിൽ പെട്ടിട്ടുള്ള 2 പീസാണിത്. നല്ല പ്യുവർ കോട്ടൺ ആണ്. നല്ല ഓറഞ്ച്, ബേൺഡ് ഓറഞ്ച് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. പിൻടെക്കാണ് ചെസ്റ്റ് പോർഷനിലൊക്കെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഫാൻസി ബട്ടൺസ് കാണാം, റൗണ്ട് നെക്ക് കാണാം. ഉടനീളം പോണ്ട് ആ ഒരു പിൻടെക്കിൻ്റെ ഭംഗി നമുക്ക് താഴെ വരെ ഫുള്ളായിട്ട് കിട്ടും. പിന്നെ സ്ലീവ് ഇങ്ങനെ വരും. അതിലെല്ലാം ആപ്ലിക് വർക്ക് പോലെ നല്ല സ്റ്റൈലായിട്ട് വന്നിട്ടുണ്ട്. സ്ലീവിൻ്റെ ബാക്കിലും വർക്ക് വരുന്നുണ്ട്. സൈഡിൽ സ്ലിറ്റ് ഇല്ലാത്തതാണ്, അനാർക്കലി മോഡൽ പോലെ. ബാക്കിൽ പ്ലെയിൻ ആയിട്ട് വരും. നല്ല കളർഫുൾ ആയിട്ടുള്ള ഡാർക്ക് ഓറഞ്ച് എന്ന് തന്നെ പറയാം. അതാണ് ഒരു ഷെയ്ഡ്. ഇത് കോട്ടണിലായതുകൊണ്ട് അത് യാതൊരു പ്രശ്നമില്ല. പിന്നെ പലാസോ ആണ് അതിൻ്റെ പാൻറ് പെയർ ചെയ്തിരിക്കുന്നത്. നല്ല കോട്ടണിൽ തന്നെയുള്ള പാൻറ്, ചെറിയൊരു പലാസോ മോഡലാണ് പാൻറ് വന്നിട്ടുള്ളത്. ഫുള്ളായിട്ട് എലാസ്റ്റിക് ആണ് അരഭാഗം. ഇതാണ് അതിൻ്റെ ഒരു ലുക്ക്. ഇതാണ് നല്ല സ്റ്റൈലായിട്ടുള്ള ഒരു പാൻറ്റാണ്. 2 പീസാണ്. കോട്ട് സെറ്റായിട്ട് പറയാം. പ്യുവർ കോട്ടൺ, ഡാർക്ക് ഒലിവ് ഗ്രീനിലുള്ള ഷെയ്ഡാണ് ഇതിൻ്റെ പ്രധാനമായിട്ട്. കോട്ടണിലുള്ള കുർത്തിയാണ്. ഇതിൻ്റെ ചെസ്റ്റ് പോർഷൻ്റെ അപ്പറായിട്ടാണ് 2 സൈഡിലും ഗജ്ജി സിൽക്കിൻ്റെ പീസാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതിൽ ഒറിജിനൽ മിറർ, നല്ല ഭംഗിയായിട്ട് ഒറിജിനൽ മിററിൻ്റെ വർക്ക് കാണാം. ആ ഫ്ലവേഴ്സിലെല്ലാം നല്ല സ്റ്റൈലായിട്ടാണ് ഒറിജിനൽ മിറർ. ഒരു ഡീപ്പ് ബി പോലെയുള്ള ഒരു കട്ടിങ്ങാണ് അതിന് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ല സ്റ്റൈലായിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഹാൻഡ് വർക്കൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്ലീവ് നല്ല ലെങ്തി ആയിട്ടുള്ള സ്ലീവാണ്. അതിൻ്റെ അറ്റത്തും ഗജ്ജി സിൽക്കാണ്. അത് 2 പീസായിട്ടാണ്. 2 തരം ഡിസൈനുള്ള ഗജ്ജി സിൽക്കിൻ്റെ മെറ്റീരിയലാണ് ആഡ് ചെയ്തിരിക്കുന്നത്. നല്ല സ്റ്റൈൽ ആൻഡ് പീസാണ്. സൈഡിൽ സ്ലിറ്റ് ഇല്ല, അനാർക്കലി മോഡൽ പോലെയാണ്. ഇവിടെ പിൻടെക്കിൻ്റെ ഭംഗിയും കാണാം. അത് സെൻറ്റർ പോർഷനിൽ ഉടനീളം താഴെ വരയ്ക്ക് ആ ഒരു ചുരുക്ക് പോലുള്ളത് കാണാം. പിൻടെക്കാണ്. ബാക്ക് പോർഷൻ, ബാക്കിലും അതേപോലെ തന്നെ ആ ഒരു അപ്പർ ഭാഗത്ത് കാണാം. ഇത് ഹൈ നെക്കായിട്ടാണ് വരുന്നത്. അപ്പോൾ ഹൈ വി പോലെയാണ് അതിൻ്റെ ഫ്രണ്ട് പോർഷനിലുള്ള ലുക്ക്. ഇത് ബാക്കിലും ആ ഗജ്ജി സിൽക്കിൻ്റെ ഭംഗിയാണ്. ശരിയായിട്ട് നല്ല സ്റ്റൈലായിട്ടുള്ള ഒരു ഗ്ലേസിങ്ങോട് കൂടിയിട്ടുള്ള ഒരു മെറ്റീരിയലാണത്. ബാക്കിൽ ഇങ്ങനെ വരും. ഇവിടെയെല്ലാം ഒരു ചെറിയ ഒരു കട്ടിങ് പോലെ കാണാം, ബോക്സ് പ്ലേറ്റ് പോലെ. പിന്നെ ഫുള്ളായിട്ടും മുകളിൽ നിന്ന് തന്നെ ഇതിങ്ങനെ ഈ മുകൾ ഭാഗത്ത് നിന്ന് തന്നെ ആ ഒരു പാനൽ കട്ട് കാണാം. ഫുള്ളായിട്ട് പാനൽ കട്ട് പോലെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇനി ഇത്രയും നല്ല ഒരു വിട്ടായിട്ട് തോന്നുന്നത്. പോരാത്തതിന് അത് അനാർക്കലി കട്ടിങ്ങും ആണ്. ദുപ്പട്ട ഷിഫോണിൽ വരുന്ന ദുപ്പട്ട, നല്ല സ്റ്റൈലായിട്ടുള്ള ദുപ്പട്ട. കോട്ടണിലുള്ളതാണ്. ഒരു 2 കളർ ഷെയ്ഡിൽ വരുന്നതാണ്. ഒരു മാംഗോ യെല്ലോ ഷെയ്ഡും അതുപോലെ തന്നെ ഡാർക്ക് ഒലിവ് ഗ്രീൻ ഷെയ്ഡിലുള്ള ദുപ്പട്ടയാണ്. സ്റ്റൈലായിട്ട് നല്ലൊരു പീസാണ്. പാൻറ്റും കോട്ടണിൽ തന്നെയുള്ള പാൻറ്റാണ്. അതിൻ്റെയും പലാസോ ഇപ്പോൾ വരുന്ന ഡ്രസ്സുകൾക്കെല്ലാം കോട്ടൻ്റെ എല്ലാം ഒരു പലാസോ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻ്റാണ് കൂടെ വന്നിട്ടുള്ളത്. പാൻറ്റ് ഇതുപോലെ തന്നെ നല്ല വീതിയായിട്ടുള്ള, ഏകദേശം നമുക്കൊരു ഡിവൈഡർ എന്ന് തന്നെ പറയാം. അത്രയും വീതിയിലാണ് പലാസോ വന്നിട്ടുള്ളത്. ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് തന്നെ. അതും ലിമിറ്റഡ് പീസാണ്. അതുകൊണ്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേഗം തന്നെ അയച്ചു തരാം. ബ്രിക്ക് റെഡ് കളറിൽ ഒരു ഓറഞ്ചിൻ്റെയും കൂടി ഷെയ്ഡ് കലർന്ന പോലെയുള്ള ഒരു കളർ കോമ്പിനേഷനാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇങ്ങനെ ടസൽസ് ഒക്കെ നല്ല സ്റ്റൈലായിട്ടുള്ളത് കാണാം. പിന്നെ റൗണ്ട് നെക്കായിട്ട് വരും. അതിനൊരു ബോർഡർ പോലെ വർക്ക് വന്നിട്ടുണ്ട്. ഇവിടെ എല്ലാം സീക്വൻസ് വർക്ക് വന്നിട്ടുണ്ട്. ഇത്രയും പോർഷനിൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള ആ സീക്വൻസ് വർക്കിൻ്റെ ഒരു ഭംഗിയാണ്. പിന്നെ ഇങ്ങനെ ഒരു ഇത് പാച്ച് വർക്ക് പോലെ വന്നിട്ടുണ്ട്. ഉടനീളം ലൈൻ പോലെ ആ ഒരു വർക്ക് കാണാം. സെൻറ്റർ പോർഷനിൽ ചെറിയ വളരെ ചെറുതായിട്ടുള്ള ഗാദറിങ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു പഫ് സ്ലീവോട് കൂടിയിട്ടുള്ള സ്ലീവാണ്. അതിൽ ഇങ്ങനെ ആ ഒരു ഫേക്ക് മിറർ വർക്കും എംബ്രോയിഡറിയും ഭംഗി കാണാം. ആ ഒരു പഫ് സ്ലീവ് കാണാൻ നല്ല സ്റ്റൈലാണ്. നല്ല ഭംഗിയായിട്ട് സൈഡിൽ സ്റ്റിച്ച് ഉള്ളതാണ്. അത്യാവശ്യം കട്ടിയുള്ളത് കൊണ്ട് തന്നെ ലൈനിങ് കൊടുത്തിട്ടില്ല.
ഇങ്ങനെ വരും. ഇതൊരു പാനൽ പോലെയാണ്. ആ പാനൽ ജോയിൻ ചെയ്യുന്ന സ്ഥലത്താണ് ഈ ഒരു ഡിസൈനുള്ള ഒരു പീസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ബാക്ക് പോർഷൻ ഇതാണ്. ബാക്ക് ഇവിടെ ചെറുതായിട്ട് ഗ്യാതറിങ്സ് വന്നിരിക്കണം. അതുപോലെ തന്നെ ഇതെല്ലാം പാനലാണ്. രണ്ട് സൈഡും പാനൽ, മിഡിൽ പോർഷൻ ഇത്. പിന്നെ നല്ല നീളം, വീതി, ധാരാളം നല്ല വലിയ സൈസായിട്ടുള്ളത് തന്നെയാണ് ഈ ദുപ്പട്ട. എത്ര ഹൈറ്റുള്ളവർക്കും ഇത് വളരെ ആപ്റ്റായിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും. നല്ല വീതിയുണ്ട്, നീളമുണ്ട്. നല്ല കളർഫുള്ളായിട്ടുള്ള നല്ല സ്റ്റൈലായിട്ടുള്ള ദുപ്പട്ട അറ്റാച്ച് ചെയ്തിരിക്കുന്നു. നല്ല കോട്ടണിൽ, പ്രീമിയം കോട്ടണിൽ പെട്ടിട്ടുള്ളതാണ്. പാൻറ് സെയിം കളറിൽ തന്നെ ഉള്ളതാണ്. ഒരു നോർമൽ പാൻറ് പോലെയാണ്. സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ബാക്കിൽ മാത്രമാണ് എലാസ്റ്റിക് ഉള്ളത്. നല്ലൊരു പീസാണ്. കോട്ടണിലുള്ള ഗ്രീൻ ഷെയ്ഡിലുള്ള കുർത്തി. ഇവിടെ പാനൽ കട്ട് പോലെ രണ്ട് വശത്തും വന്നിട്ടുണ്ട്. അതിൽ കാന്ത സ്റ്റിച്ച് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ സീക്വൻസ് വർക്കും കാണാം രണ്ട് സൈഡിലും. മിഡിൽ പോർഷനിലായിട്ട് റൗണ്ട് നെക്കും ചെറിയൊരു ഓപ്പനിങ്ങും ഒറിജിനൽ മിറർ വർക്കിൻ്റെ ഒരു ഭംഗി കാണാം വിത്ത് എംബ്രോയിഡറി. ഇവിടെ എല്ലാം അജ്രക് പ്രിൻറ്റിൻ്റെ കാണാം. അതുപോലെ കാന്ത സ്റ്റിച്ച്, ഇങ്ങനെ കാന്ത സ്റ്റിച്ചൊക്കെ കാണാം. നല്ല സ്റ്റൈലായിട്ട് ഇവിടെ ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിലുള്ള മെറ്റീരിയലാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഔട്ടർ പോർഷൻ പോലെ തന്നെ കാന്ത സ്റ്റിച്ച് കാണാം. ചെറിയ സീക്വൻസ് വർക്കും കാണാം. അത്യാവശ്യം കട്ടി കൂടിയിട്ടുള്ള ഒരു കോട്ടൺ തന്നെയാണ്. സൈഡിൽ സ്റ്റിച്ച് ഉണ്ട്. പിൻഭാഗം ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ കോട്ടണിലുള്ള ദുപ്പട്ട. വീതിയുണ്ട്, നീളമൊക്കെ വളരെ കറക്റ്റായിട്ട് വരും. നല്ല ഭംഗിയുള്ള ആ ഒരു ദുപ്പട്ട. പാൻറ്റും ഇതേ പച്ച ഷെയ്ഡിൽ തന്നെയുള്ള പാൻറ്റാണ്. ഫുള്ളായിട്ടും ഇലാസ്റ്റിക്കാണ് അരഭാഗം. ഇങ്ങനെ വരും പാൻറ്റ്. സൈസുകൾ ചോദിച്ചു വാങ്ങാം. ലിമിറ്റഡ് സ്റ്റോക്കാണ്. നമ്മളിത് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളതാണ്. മസ്ലിനിൽ വരുന്ന മെറ്റീരിയലാണിത്. നല്ല സോഫ്റ്റാണ്. നല്ല ഒരു സിൽക്കി ടൈപ്പാണ്. വളരെ ഒതുക്കത്തോട് കൂടിയിട്ട് നല്ല ബോഡി ഹഗ്ഗായിട്ട് കിടക്കുന്ന ഒരു കുർത്തിയാണിത്. ഇങ്ങനെ സ്ട്രൈപ്സ് ഒക്കെ നീളത്തിലുള്ള സ്ട്രൈപ്സാണ്. ഒരു ഓഫ് വൈറ്റ് കളറിലും അതുപോലെ തന്നെ ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിലുമാണിത്. റൗണ്ട് നെക്ക്. ഇവിടെ എല്ലാം നല്ല സ്റ്റൈലായിട്ടുള്ള ഒരു പ്രത്യേകതരം ഹാൻഡ് വർക്കുകളാണ് കാണാൻ പറ്റണം. പിന്നെ സ്ലീവ് 3/4 സ്ലീവായിട്ട് വരും. അറ്റത്ത് ഡിസൈനുള്ള മെറ്റീരിയൽ. സൈഡിൽ സ്റ്റിച്ച് ഉള്ളതാണ്. ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട്. ബാക്ക് പോർഷൻ പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് പറയാവുന്നത് ഇതിൻ്റെ ആ ഒരു ഭംഗിയുള്ള 4 വശത്തും ബോർഡറോട് കൂടിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ആ ഒരു ദുപ്പട്ട. മസ്ലിൻ തന്നെയാണ് മെറ്റീരിയൽ. നല്ല ഭംഗിയുള്ള ആ ഒരു ദുപ്പട്ട. പാൻറ് ഗ്രീൻ ഷെയ്ഡിലുള്ള പാൻറ്. നല്ല സോഫ്റ്റാണ്. അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള വെയിറ്റ് ഉള്ളതാണ്. ചെറിയൊരു പലാസോ പോലെയുള്ള മോഡലാണ്. സൈസുകൾ ചോദിച്ചു വാങ്ങാം. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരാം. ക്രേപ്പിൽ വരുന്ന മെറ്റീരിയലാണത്. ഇത് ആ ഒരു കുർത്തിയുടെ ഒരു ഭംഗി ശരിക്കും നമുക്ക് കാണാം. ഗോൾഡ് ഷെയ്ഡൊക്കെ ഉള്ള വർക്കുകൾ ധാരാളം വന്നിരിക്കുന്നത്. ധാരാളം സ്റ്റോൺ വർക്ക് ഇതിൽ കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഡിസൈൻ ഒക്കെ ഒരു പ്രത്യേകതയുള്ളതാണ്. ഇങ്ങനെ ഒരു വൈഡായിട്ടുള്ളൊരു വീനക്കോട് കൂടിയിട്ട് ഇവിടെ ഫുള്ളായിട്ടും സ്റ്റോൺ വർക്ക്. ഒറിജിനൽ മിററിൻ്റെ വർക്കാണ് ഈ കാണുന്നത്. പിന്നെ ഇതെല്ലാം ഗോൾഡ് കളറിലുള്ള വർക്കുകൾ വന്നിരിക്കുകയാണ്. പിന്നെ അങ്ങിങ്ങായ എല്ലാ സ്ഥലത്തും നമുക്ക് സ്റ്റോൺ വർക്ക് കാണാം. നല്ല സുന്ദരമായിട്ടുള്ള കുർത്തിയാണ്. സ്ലീവൊക്കെ നല്ല ലെങ്തി ആയിട്ടുള്ള സ്ലീവ്. അതിൻ്റെ അറ്റത്ത് നല്ല ഓർണമെൻ്റൽ സ്റ്റൈലിലുള്ള ഒരു ലേസ് ഇതെല്ലാം കൊടുത്തിരിക്കണം. സൈഡിൽ സ്റ്റിച്ച് ഉണ്ട്. പിന്നെ കോട്ടൻ്റെ തന്നെ മൽക്കോട്ടൻ്റെ ലൈനിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയെല്ലാം നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈനാണ് വന്നിട്ടുള്ളത്. ഫുള്ളായിട്ടും സ്റ്റോണും എല്ലാം
സ്റ്റൈലായിട്ടാണ് അതിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ദാമൻ പോർഷൻ ആഹാ നല്ല സ്റ്റൈലായിട്ടാണ്. ഇതിൻ്റെ കളർ കോമ്പിനേഷനാണ് ഏറ്റവും എടുത്തു പറയാവുന്നത്. ആ ഒരു പീകോക്ക് ബ്ലൂ ഷെയ്ഡും അതുപോലെ തന്നെ വൈൻ ഷെയ്ഡിൻ്റെയും ഒരു കോമ്പിനേഷൻ, വളരെ റയറായിട്ടുള്ള ഒരു കോമ്പിനേഷൻ. ദുപ്പട്ട ഈ 2 കളറുകളുടെ ഒരു കോമ്പിനേഷൻ തന്നെ ദുപ്പട്ടയും. ഇത് ഷിഫോണിൽ വന്നിട്ടുള്ളതാണ്. നല്ല ഭംഗിയുള്ള ടസൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല സ്റ്റൈലാണ് ദുപ്പട്ട. പിന്നെ അതിൻ്റെ പാൻറ് മസ്ലിനിൽ വരുന്ന പാൻറ്റാണ്. പ്രീമിയം കോട്ടണിൽ വരുന്ന കുർത്തിയാണ്. ഒരു യെല്ലോ ആൻഡ് ഗ്രീൻ ഷെയ്ഡിൻ്റെ ഒരു കോമ്പിനേഷനാണ്, ഒരു മിക്സിങ് കളറാണ് അതിൻ്റെ. നല്ല ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള കോട്ടൺ എന്ന് തന്നെ പറയാം. ഇവിടെ എല്ലാം എംബ്രോയിഡറി വർക്ക്, അതുപോലെ സീക്വൻസ് വർക്ക് കാണാം. റൗണ്ട് നെക്കാണ്, ചെറിയ ഓപ്പനിങ് ഉണ്ട്, നല്ല ഷോ ബട്ടൺസൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉടനീളം ഇങ്ങനെ ഇത് ഇത്രയും ജെരി വർക്ക് പോലെ ഫുള്ളായിട്ടും താഴെ വരെ 2 വശത്തും ലൈൻ പോലെ പോയിട്ടുണ്ട്. നെയ്ത ഡിസൈനും ഒരു പ്രത്യേകതയുള്ളതാണ്. സ്ലീവ് നല്ല ലെങ്തിയാണ്. അറ്റത്ത് എംബ്രോയിഡറി വർക്കിൻ്റെ ഒരു ലേസൊക്കെ കൊടുത്തിട്ടുണ്ട്. സൈഡിൽ സീറ്റുള്ളതാണ്. അത്യാവശ്യം കട്ടിയൊക്കെയുള്ള തുണിയാണ്. ബാക്കിൽ സെയിം ഡിസൈൻ തന്നെയാണ് ആവർത്തിക്കുന്നത്. പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പ്രീമിയം ആയിട്ടുള്ള ആ കോട്ടൻ്റെ ദുപ്പട്ട സെയിം കളർ ടോൺ തന്നെയാണ്. ഓഫ് വൈറ്റും ആ ഒരു പ്രത്യേക ഗ്രീൻ ഷെയ്ഡും പൊടി കലർന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ദുപ്പട്ട. വളരെ സോഫ്റ്റാണ്, പ്രീമിയമാണ്. ലെങ്ത്തും വിഡ്ത്തും ഒക്കെ വളരെ ആപ്റ്റാണ്. ഡിസൈനോട് കൂടിയിട്ടുള്ള കോട്ടൻ്റെ തന്നെ പാൻറ് പെയർ ചെയ്തിരിക്കണം. നോർമൽ പാൻറ്റാണ്. സൈസ് അഡ്ജസ്റ്റബിൾ ആണ്. ബാക്ക് സൈഡിൽ മാത്രം എലാസ്റ്റിക് ഇട്ടിട്ട്. നല്ല സ്റ്റൈലൻ പീസാണ്. വളരെ സമ്മർ ഫ്രണ്ട്ലി ആണ്. എത്ര വേണമെങ്കിലും വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു പ്രീമിയം വെയറാണ്. ഫാബ്രിക് മസ്ലിനിൽ വരുന്ന ഒരു വയലറ്റ് ഷെയ്ഡിൻ്റെ, ഡാർക്ക് ആൻഡ് ലൈറ്റ് വയലറ്റ് ഷെയ്ഡിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഇത് വരുന്നത്. ഇവിടെ എല്ലാം ഷുഗർ ബീഡിൻ്റെ വർക്ക് കാണാം. റൗണ്ട് നെക്കാണ്. ഇത്രയും പോർഷനിൽ ഹാൻഡ് വർക്കൊക്കെ വന്നിട്ടുണ്ട്, ബീഡ്സിൻ്റെയൊക്കെ. പിന്നെ അങ്ങോട്ട് ഇങ്ങനെ ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഇവിടെ എല്ലാം ലൈറ്റ് ഷെയ്ഡ്, പിന്നെ ഡാർക്ക് ഷെയ്ഡിലേക്ക് ഇങ്ങനെ കിടക്കുകയാണ്. ഇവിടെ എല്ലാം ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് ഒരു ഡിസൈനും അതിലുള്ള സീക്വൻസ് വർക്കും കാണാം. സൈഡിൽ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. മൽക്കോട്ടൻ്റെ ലൈനിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. താഴെ ദാമൻ പോർഷൻ. ബാക്കിൽ സെയിം ഡിസൈൻ റിപ്പീറ്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ സ്ലീവ് ലോങ് സ്ലീവാണ്. അറ്റത്ത് ലേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ദുപ്പട്ടയാണ് ഇതിൻ്റെ പ്രത്യേകത. അതേപോലെ തന്നെയുള്ള ഡബിൾ ത്രിബിൾ ഷെയ്ഡിലുള്ള വയലറ്റിൻ്റെ തന്നെ പല ഷെയ്ഡാണ് ഇതിൽ കാണുന്നത്. നല്ല ഭംഗിയുള്ള ആ ഒരു ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. സിൽക്കിൻ്റെ പാൻറ്റാണ്. മസ്ലിൻ തന്നെ വരുന്ന ആ ഒരു നല്ല ഡാർക്കായിട്ടുള്ള ഒരു വയലറ്റ് ഷെയ്ഡിലുള്ള പാൻറ്റാണ്. വളരെ സ്മൂത്താണ്, സോഫ്റ്റ് ആൻഡ് സ്മൂത്താണ്. പിന്നെ അറ്റത്ത് ഇതുപോലെ സിൽവർ കളറിലുള്ള ലൈൻസ് കാണാം. നല്ല സ്റ്റൈലൻ പീസാണ്. കുറച്ചൊരു റയറായിട്ടുള്ളൊരു ഡിസൈനും അതുപോലെ പ്രിൻറ്റുകളുമാണ്.